നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ നമുക്കിപ്പം ഒരാളുടെ സഹായമില്ലാതെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു റിമോട്ട് കൺട്രോൾ കാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രൈപോഡാണ്. അപ്പം അതിൻ്റെ ഒരു രൂപം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഇതിൻ്റെ വീഡിയോ ഇതുണ്ടാക്കുന്ന ഒരു രൂപം ഞാൻ കാണിച്ചു തരാം. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു റിമോട്ട് കൺട്രോൾ മൊബൈൽ ചലിക്കുന്ന രീതിയിലുള്ള ട്രൈപോഡാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ്. ഇതിനായി വല്ല കട്ടിയുള്ള എന്തെങ്കിലും ബോർഡ്, ഞാൻ ഉപയോഗിക്കുന്നത് ഫോം ബോർഡാണ്. അത് ഇതുപോലത്തെ 2 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് അതിവിടെ രണ്ടിൻ്റെയും ഇവിടെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് രണ്ടും തമ്മിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ദ്വാരം ഇട്ടിട്ട് വേണം ഇതിലേക്ക് ഇങ്ങനെ ഘടിപ്പിക്കാനാണ് 2 സൈഡിലും. ദ്വാരം ഇട്ടെടുത്തിട്ടുണ്ട് 2 എണ്ണവും. നമുക്കിതിലേക്ക് ഘടിപ്പിക്കാം. ഒന്നിൻ്റെ ഇവിടെ നമുക്ക് നെറ്റ് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ഹോൾ ഇട്ടതിന് ശേഷം ഒട്ടിച്ചതാണ്. അതുപോലെ മറ്റേതിൻ്റെ വശത്ത് ഇതുപോലെ ഒരു പീസ് നെറ്റ് ടൈറ്റായി നിൽക്കുന്നത് വിധം ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അഥവാ ഇവിടെയായിട്ട് നമ്മളിപ്പോൾ ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ചതിനാൽ ഇവിടെ ടൈറ്റായി നിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ടപ്പോൾ താഴോട്ടും മുകളിലോട്ടും. ഇതിൻ്റെ ഉപകാരം ഇതുപോലത്തെ ഒരു മോട്ടർ ഇതിൻ്റെ ഉള്ളിലായി ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബാറ്ററി കൊടുത്ത് റിമോട്ട് കാറിൻ്റെ ചിപ്പിൽ നിന്നുമാണ് ഇതിന് പവർ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. മോട്ടറിലേക്കുള്ള വയറുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഷോൾഡർ മെഷീൻ ഇല്ലാത്തത് കാരണം ഞാൻ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. മോട്ടർ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായി ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി ഒന്നും കൂടിയും ബലം ആക്കാം. നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഭാഗമായിട്ടുള്ള ടയർ ഉണ്ടെങ്കിൽ അത് ആയിരിക്കും ഏറ്റവും നല്ലത്. അതില്ലാത്തവർക്ക് ഇതുപോലെ ഒരു ബോർഡ് എടുത്തതിന് ശേഷം അതിനനുസരിച്ച് ദ്വാരം ഇട്ട് കഴിഞ്ഞ് ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അതിനും സേഫ്റ്റിക്ക് വേണ്ടി ഇതുപോലെ ചെറിയൊരു കട്ട് പീസ് എടുത്തിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈലിന് ആവശ്യകരമായിട്ടുള്ള വലുപ്പത്തിൽ നമുക്ക് സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വളഞ്ഞു പോകും. നല്ല കട്ടിയുള്ള ബോർഡാണെങ്കിൽ മതി. ഇതിൻ്റെ ബാക്കി എക്സസൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിനായി ഈ പീസ് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ മൊബൈലിൻ്റെ അനുസരിച്ചാണ് വീതിയും എല്ലാം റെഡിയാക്കേണ്ടത്. ഇതുപോലെയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം എല്ലാം മൊബൈൽ വെക്കാനുള്ളതായിട്ടുണ്ട്. ഇതെങ്ങനെ വെച്ചാൽ ഈ ഭാഗത്തും ഒരു വീഴാതിരിക്കാൻ വേണ്ടി കൊടുത്തു, ഈ ഭാഗത്തും കൊടുത്തു. ഇവിടെയാണ് ഡിസ്പ്ലേ വരിക. അതുപോലെ ഇത് സൈഡിൽ ഒരു വെച്ചതാണ്. താഴത്തേക്ക് തെന്നി പോകാതിരിക്കാനും പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ മറിഞ്ഞു വീഴാതിരിക്കാനാണ്. ഇനിയും അപ്പോൾ നമ്മൾ ചെയ്ത സാധനം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന്. ഇപ്പോൾ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം തന്നെ വലിയൊരു റിമോട്ടിനെ ചെറുതാക്കി ഒരു കൈയിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ വീഡിയോക്കൊരു ബോറിങ്ങും വരില്ല. ഇപ്പോൾ ഞാൻ തൽക്കാലം കാണിച്ചു തരാൻ ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മൊബൈലും കൂടി വരുമ്പോൾ കുറച്ചും കൂടി സ്ലോ ആയിക്കോളും. അപ്പോൾ നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ട്രയൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കാണിച്ചു തരാം. വേണ്ടയിടത്തൊക്കെ തിരിക്കാവുന്നതാണ്. ഇനി നമുക്ക്
നിങ്ങളുടെ കമൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെന്ന് ഇതിലേക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ അറിയിച്ചാൽ മതി. അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങ് എൻ്റെ പാപ്പ അങ്ങെടുത്തല്ലേ പൊട്ടിയാൽ കുഴപ്പമൊന്നുമില്ല.